Hello, my dear students. Welcome to Sapphire Future Academy Board Booster Series. നമ്മൾ കാൽക്കുലസ് എന്ന് പറയുന്ന പോർഷന്റെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സുകളായിരുന്നു നമ്മൾ ഓൾറെഡി മാത്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു? കാൽക്കുലസിന്റെ ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമുക്ക് അതിനകത്ത് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്റഗ്രേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഇന്റഗ്രേഷന്റെ ഡിഫറെന്റ് മെത്തേഡ്സുകൾ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന മെത്തേഡ്, അതുകൂടാതെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, then e raised to x into f of x plus f dash of x, ഇങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഡിഫറെന്റ് ഫോംസുകൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് വന്നു? ഇന്റഗ്രേഷൻ ഇക്വേഷനത്തേക്ക് വന്നു. ഏതാ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഇന്റഗ്രേഷൻ അതുപോലെ തന്നെ ചെയ്തിട്ട് ആ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ അതൊരു ഡെഫിനിറ്റ് ഇന്റർവെല്ലിനകത്താണ് നമ്മൾ ആ ഇന്റഗ്രൽസിന്റെ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ആ ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിൽ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇട്ടിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. ആ രണ്ട് വാല്യൂ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറൻസിയേഷൻ ആപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മൾ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. മാക്സിമം ആൻഡ് മിനിമം ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു അവിടെ? ഇൻക്രീസിങ് ഡിക്രീസിങ് വരുന്നുണ്ട്. ടാൻജന്റ് ആൻഡ് നോർമൽ ഉണ്ട്. റേറ്റ് മെഷേഴ്സ് അങ്ങനെയുണ്ട്. എന്നാൽ നമുക്ക് ഈ ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് ഒരേ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതായത് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് മാത്രം. അതായത് നമുക്കറിയാം, ഇപ്പോ y is equal to f of x എന്ന് പറയുന്ന ഒരു കർവ്, ഇങ്ങനെ ഒരു കർവ്. This curve is denoted as y is equal to f of x. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ x is equal to a and ഇവിടെ ഒരു ലൈൻ x is equal to b. അപ്പൊ ഏരിയ അണ്ടർ ദിസ് കർവ് ഇൻ ബിറ്റ്വീൻ x is equal to a and x is equal to b and x ആക്സിസ്, ആ ഏരിയ, ആ റിക്വയർഡ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉപയോഗിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ a to b y dx or y is equal to f of x in terms of x ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കർവ് തന്നിരിക്കുന്നത് y is equal to f of x ന് പകരം x is equal to f of y എന്നാണെങ്കിൽ ഇവിടെയും ഇങ്ങനെ തന്നിട്ട് y is equal to c യും y is equal to d, ആ ലിമിറ്റിനകത്താണ് ഏരിയ കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമുക്ക് പറയാം ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ c to d x dy. ഇവിടെ x എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് y. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സ്റ്റാൻഡേർഡ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ചില കേസിൽ ചിലപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അത് ആ ഫിഗർ അനുസരിച്ചാണ്. ഏരിയയുടെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഒരു റഫ് ഫിഗർ വരച്ചൊന്ന് നോക്കിയാൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ഏരിയ ഉണ്ട് ഒരു കർവ്, അതായത് ഒരു സർക്കിള്, അതിൻ്റെ കൂടെ ഒരു ലൈൻ തന്നിട്ട് അതിന് രണ്ടും കൂടെ കട്ട് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ അതൊക്കെ ഫിഗർ നോക്കുമ്പോഴാണ് ആ ഏരിയ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ അണ്ടർ ദ കർവ് ഡെഫിനിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് x is equal to a, x is equal to b and x axis. ഇവിടെ y is equal to c, y is equal to d and y axis. ഏരിയ അണ്ടർ ദിസ് കർവ്. ഇതാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇക്വേഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി? ആ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ അതിനകത്തുനിന്ന് മനസ്സിലാവും. നമുക്ക് സാധാരണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. നമ്മുടെ +1 കോണിക് സെക്ഷനിൽ പഠിക്കുന്നതാണ് സർക്കിളിന്റെ ഇക്വേഷൻ അല്ലെ. സർക്കിളിന്റെ സെന്റർ HKയും റേഡിയസ് R ആണെങ്കിൽ വാട്ട്സ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ. ഇവിടെ സർക്കിളിന്റെ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ ആണ്. അപ്പൊ അത് എങ്ങനെയുള്ള സർക്കിൾ ആണ്? സർക്കിളിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആണ് ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് a ആണ്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് r ആണെങ്കിൽ വാട്ട്സ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ? പൈ r സ്ക്വയർ. സോ ഹിയർ വാട്ട്സ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ? പൈ a സ്ക്വയർ. അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അനുസരിച്ച് ചെയ്യാം. പക്ഷെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സർക്കിൾ ആണ്? നമുക്ക് സർക്കിള് ഇതുപോലൊരു സർക്കിളാണ്. സർക്കിളിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആണ്. റേഡിയസ് എന്ന് പറയുന്നത്
എത്ര റേഡിയസ് ഇവിടെ വരുന്നത്? എ വരും അല്ലെ. അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ ഇത് 0 0, ഇത് റേഡിയസ് എ ആണ്. അപ്പോൾ ഈ പോയിന്റിനെ നമുക്ക് A0 എന്ന് കൊടുക്കാം. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പ വഴി എന്താണ്? ഈ ഒരൊറ്റ ക്വാഡ്രന്റിലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ × 4 അങ്ങ് എടുത്താൽ മതി. അപ്പൊ ആ ഒരൊറ്റ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ എക്സ് ലിമിറ്റ് ഇവിടെ 0യും ഇവിടെ എയും. അപ്പൊ ആ തന്നിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷനെ ഇന്റഗ്രൽ 0 to a ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ സർക്കിളിന്റെ ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിനെ ഒരു × 4 കൂടെ ചെയ്താൽ മതി. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ റൂട്ട് ഓഫ്, ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്തൊന്ന് y കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ √(a² - x² is equal to x/2 √(a² - x² plus a²/2 sin inverse x/a. ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഏരിയയുടെ ഒത്തിരി പ്രോബ്ലംസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. x/2 √(a² - x² plus a²/2 sin inverse x/a. ഈ ഇക്വേഷൻ ആണ് നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, എലിപ്സിന്റെ ഏരിയ, സർക്കിളിന്റെ ഏരിയ, ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നോക്കാം. x² + y² = a², അല്ലെങ്കിൽ നമുക്ക് പറയാം y² = a² - x², or y is equal to എത്രയാണ്? √(a² - x². അപ്പൊ ഈ 0 to a എന്ന് പറയുന്ന ഈ ലിമിറ്റിനകത്ത് ഈ y-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയയാണ്. അപ്പൊ നമുക്ക് പറയാം ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a √(a² - x² dx ഇൻറ്റു ഒരു 4 കൂടെ കൊടുക്കണം, ഈക്വൽ ടു 4 ഇൻറ്റു ഈ ഇക്വേഷൻ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എടുത്തെഴുതാം x/2 √(a² - x² plus a²/2 sin inverse x/a to the limit 0 to a. അപ്പൊ ആദ്യം ഏതാ ലിമിറ്റ് കൊടുക്കാൻ? നമ്മൾ a കൊടുക്കുന്നു. ഇവിടെ a², ഈ എക്സിന് a കൊടുക്കുമ്പോൾ a² - a² 0 ആയി. അടുത്തത് a²/2 sin inverse a/a എന്ന് പറയുമ്പോൾ 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഇവിടെ എക്സ് ഉണ്ട്, എക്സിന് 0 അല്ലേ, അപ്പൊ ഈ ടേം 0 ആയി. ഇത് a²/2 sin inverse 0 എന്ന് കിട്ടും എക്സിന് 0 കൊടുക്കുമ്പോൾ. So that's equal to 4 into a²/2. What is sin inverse 1? Sin 1 വരുന്ന ഏത് വാല്യൂലാണ്? π/2 മൈനസ് ഇത് 0, സൈനിന് 0 വരുന്ന ആൻസർ ഏതില്ല? 0. അപ്പൊ ഈ 2 × 2 4ഉം ഈ 4ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് പറയാം ആൻസർ എത്രയാണെന്ന് പറയാം? πa². അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് a എന്ന് പറയുന്നത് πr² ആണ്, ഓർ πa² ആണ് അതിന്റെ ആൻസർ. പക്ഷെ ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് യൂസിങ് ഇന്റഗ്രേഷൻ കൊണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ സർക്കിളിന്റെ ഏരിയ എത്രയാണെന്ന് കിട്ടി നമുക്ക് πa² ആണ് എന്ന ആൻസർ കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പോട്ട് വരുന്ന പല പ്രോബ്ലത്തിനകത്തും ഏരിയ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റിനകത്ത് ഇത് നമുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഇന്റഗ്രൽസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. Find the area enclosed by the ellipse x²/a² plus y²/b² = 1. നമുക്കറിയാം, നമ്മൾ അതും കോണിക് സെക്ഷന്റെ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതാണ്. ഒരു എലിപ്സ് സർക്കിൾ പോലല്ല, അതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. എലിപ്സ് ആകുമ്പോൾ അത് കുറച്ചുകൂടി ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ എന്ന് നമ്മൾ പറയും. അപ്പോഴും അതിന്റെ സെന്റർ എന്താണ്? 0 0 തന്നെ എടുക്കുന്നു. ഈ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? a0 വരും. ഇങ്ങോട്ടാണെങ്കിൽ അത് -a0 വരും. ഈ പോയിന്റ് ആണെങ്കിൽ 0b വരും. ഈ പോയിന്റ് ആണെങ്കിൽ 0 - b വരും. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിന്റെ ലിമിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെ തൊട്ട് എവിടെ വരെ വന്നിരിക്കുന്നു? 0 തൊട്ട് a വരെ തന്നെ വന്നു. y ആക്സിസിന്റെ ലിമിറ്റ് ആണെങ്കിൽ അത് 0 തൊട്ട് b വരെ. നമ്മളിപ്പോ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് ഏതാ ലിമിറ്റ് വരുന്നത്? 0 to a. ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടെയും തൊട്ടു മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം പ്രോസസ് തന്നെ കൊണ്ടുവന്നാൽ മതി. ആ ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ×4 ചെയ്താൽ നമുക്ക് ആ എലിപ്സിന്റെ ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് നമുക്ക് കിട്ടി 0 to a ആണ്. ഇനി എന്തും കൂടെ കണ്ടുപിടിച്ചാൽ മതി? അതിനകത്തുനിന്ന് y-യുടെ വാല്യൂ കണ്ടുപിടിക്കാം. എത്രയാ y-യുടെ വാല്യൂ വരുന്നത്? x² / a² plus
y square by b square equal to 1. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? y square by b square equal to 1 minus x square by a square. അല്ലെ? അല്ലെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ a square minus x square by a square. അത് y square by b square ആ. അപ്പൊ നമ്മൾ എഴുതുന്നു y square equal to b square by a square into a square minus x square. or y is equal to ഇതിന്റെ റൂട്ട് വരുമല്ലോ. അപ്പൊ b by a ഔട്ട്സൈഡിൽ എടുത്തു, റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മളുടെ y എന്ന് പറയുന്ന കർവിന്റെ ഇക്വേഷൻ. എലിപ്സിന്റെ ഇക്വേഷൻ തന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഏരിയ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഇക്വേഷൻ. അത് സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ എ സ്ക്വയർ ബി സ്ക്വയറിന് പകരം നമ്പറുകളും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയയിലോട്ട് പോകുന്നു. ഏരിയ ഈസ് ഈക്വൽ ടു 4 into integral 0 to a b by a root of a square minus x square. നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെ വന്നു. 4b by a നമ്മൾ ഔട്ട്സൈഡിലോട്ട് എടുക്കുന്നു. എന്തായിരുന്നു? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇക്വേഷൻ എത്രയാണ്? എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ലിമിറ്റ് 0 to a. അപ്പൊ ഈ ഒരു പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തു തന്നെയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ആൻസർ 4b by a. ലിമിറ്റ് കൊടുത്തോളൂ. ആദ്യം എ കൊടുത്തു. എ കൊടുക്കുമ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഈ ടേം 0 ആയി. ദിസ് വൺ ഈസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1. സോ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ ബൈ 2. സെക്കൻഡ് ടൈം നമ്മൾ 0 കൊടുക്കുമ്പോൾ ഈ ടൈം ഫുള്ള് 0 ആയി പോയി. അപ്പൊ ഇത്രയും ടൈമാണ് വരുള്ളൂ. അപ്പോൾ 4b by a പൈ എ സ്ക്വയർ ബൈ 4. 4 ക്യാൻസൽ ചെയ്തു, ഒരേ ക്യാൻസൽ ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ ഈസ് പൈ എ ബി എന്ന ആൻസർ കിട്ടും. ഇതാണ് ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇനി ചില കേസിൽ നമുക്ക് ബോർഡ് എക്സാമിന് ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് എപ്പോഴും ചോദിക്കുന്ന. ഇവിടെ എലിപ്സ് നമുക്ക് ചോദിക്കുന്നത് എ സ്ക്വയർ ബി സ്ക്വയർ ആയിരിക്കണമെന്നില്ല, നമ്പറുകൾ വെച്ചിട്ട് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. ഇതിന്റെ മേജർ ആക്സിസ് ലൈസ് എലോങ് വൈ ആക്സിസ് ആണ്. നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഈ ഏത് ടൈം എടുത്താൽ എങ്ങനെ എടുത്താൽ മതി? ശരിക്കും ഇത് എലിപ്സ് ശരിക്കും കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഫോമിലാ വരിക. നമ്മൾ അത് നോക്കണ്ട. ഈ വരുന്ന ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഇൻറ്റു 4 എടുത്താൽ മതി. അപ്പോൾ ഇത് 0 0, ഇത് 3 0 ആണ്. അല്ലെ? എക്സിന്റെ താഴെ വരുന്ന നമ്പർ നോക്കിയാൽ മതി. അപ്പോൾ ഇന്റഗ്രൽ 0 to 3 എന്ന് കൊടുത്താൽ മതി. അപ്പൊ എലിപ്സിന്റെ ഇക്വേഷൻ എപ്പോഴും നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും തന്നെ വെച്ച് ചോദിക്കണമെന്നൊന്നുമില്ല. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. അതും എലിപ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ എ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ 25 ആ. അപ്പൊ എ എടുക്കുമ്പോൾ 5, അപ്പൊ 0 to 5 എടുത്താൽ മതി. അപ്പൊ ഇത് കോമൺ പ്രോസസ് ആണ്. എ സ്ക്വയർ ബി സ്ക്വയർ നമ്മുടെ എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ പറയുന്ന. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടെ എ സ്ക്വയർ ബി സ്ക്വയർ ആവണമെന്നില്ല. ഇതുപോലെയുള്ള നമ്പറുകൾ ആവാം. ആ നമ്പർ ആവുമ്പോൾ 0 to a എന്നുള്ളതിന് പകരം 0 to 3 ഓർ 0 to 5 വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണോ അവിടെ ചോദിച്ചിരിക്കുന്ന ലിമിറ്റ്, ആ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഏരിയ ഓഫ് ദ എലിപ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ ഒന്നുകിൽ ഒരു സർക്കിള്, അല്ലെങ്കിൽ ഒരു പരാബോള, അല്ലെങ്കിൽ ഒരു എലിപ്സ്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് വരുന്ന ഫിഗേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ 4 ടൈപ്പിലുള്ള പരാബോള പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിൽ 2 ടൈപ്പുള്ള പരാബോളയാണ് ഇവിടെ. 2 നെഗറ്റീവ് ആണ്. അത് നമുക്കിവിടെ ആവശ്യം വരുന്നില്ല. ഏതൊക്കെയാണ് നമ്മൾ 4 പരാബോള പഠിച്ചിരിക്കുന്നത്? ഒന്ന് ഈ എഴുതിയിരിക്കുന്നത് അല്ലെ? ഇത് ഏതായിരുന്നു പരാബോള? y സ്ക്വയർ ഈക്വൽ ടു 4ax. അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു 4ax ഓർ y സ്ക്വയർ ഈക്വൽ ടു 4x എന്നോ അല്ലെങ്കിൽ x എന്നോ എന്ത് ചോദിച്ചാലും അത് ഈ പരാബോളയാണ്. ഇനി അത് നേരെ തിരിഞ്ഞാണ് വരുന്നെങ്കിൽ അത് ഏത് പരാബോളയാവും? നമുക്ക് y സ്ക്വയർ ഈക്വൽ ടു -4ax ആവും. ഇനി നമ്മുടെ പരാബോള ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അത് x സ്ക്വയർ ഈക്വൽ ടു 4ay ആണ്. ഈ പരാബോളയാണെങ്കിൽ അത് ഏതായിരിക്കും വരിക? നമുക്ക് x സ്ക്വയർ ഈക്വൽ ടു -4ay ആണ്.
ഇങ്ങനെയാണ് നമ്മുടെ 4 പരാബോള വരിക. അതിൽ മെയിൻ ആയിട്ട് ഈ 2 പരാബോളയാണ് നമുക്ക് ഏരിയയിൽ ചോദിക്കാറുള്ളത്. വൈ സ്ക്വയറിന്റെ ടേമിലാണെങ്കിൽ അത് റൈറ്റ് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. എക്സ് സ്ക്വയറിന്റെ ടേമിലാണെങ്കിൽ അത് വൈ ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ ആ 2 പരാബോള നിങ്ങളൊന്ന് ഇക്വേഷൻ ആയിട്ട് ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ പരാബോള ചോദിച്ചിരിക്കുന്നത് ഏതാണ് നോക്കൂ. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ഈ പരാബോളയല്ലേ. അപ്പൊ നമുക്ക് പറയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു പരാബോള ആയിരിക്കും. അതോടൊപ്പം ആൻഡ് ദ ലൈൻ y ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ 1 2 3 4 ഇങ്ങനെ ഒരു ലൈനും വരും. ഇതാണ് y ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ വരുന്ന ടോട്ടൽ ഏരിയ ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫിഗർ വരയ്ക്കുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ വരയ്ക്കുക. ഇത് രണ്ടും ഒരേപോലെയാണ് അതിന്റെ ഏരിയ വരുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷൻ എന്താണ്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ വരുന്നത് ഏതാണ്, y ഈസ് ഈക്വൽ ടു 0, ഇത് y ഈസ് ഈക്വൽ ടു 4. സോ ദ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4. ഈ എക്സ് സ്ക്വയറിനെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിന്റെ ട്വൈസ് എടുക്കുകയും വേണം. ചില കേസിൽ നമ്മളോട് ചോദിക്കാറുണ്ട് ഏരിയന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിന്റെ ട്വൈസ് എടുക്കാനൊന്നും പോകണ്ട. ഇവിടെ വരെ ചെയ്താൽ ഏരിയന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആവും. ഇവിടെ ടോട്ടൽ ഏരിയ ആണ് വേണ്ടത്, അപ്പൊ അതിന്റെ ട്വൈസ് എടുക്കണം. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to 4. ഒരു 2 ഔട്ട് സൈഡിലുണ്ട്. 2/3 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് കിടക്കട്ടെ. 4 ക്യൂബ് മൈനസ് 0 ക്യൂബ്. സോ ഇറ്റ് ഈസ് 2/3 ഇൻറ്റു 4 ക്യൂബ്. 4 ക്യൂബ് എത്ര വരും, 4 into 4 എടുക്കുമ്പോൾ 16 into 4 എടുക്കുമ്പോൾ എത്ര വരും, നമുക്ക് 64 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അതിന്റെ ഏരിയയുടെ വാല്യൂ കിട്ടും. അപ്പോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y എന്നോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് വരുന്ന ഏതൊരു പരാബോളയും ഇതുപോലെ ഓപ്പൺ ചെയ്ത് പോവാം, നെഗറ്റീവ് ഇല്ലെങ്കിൽ. ഈ നമ്മുടെ ഫിഗറിന് മാർക്കുള്ളതാണ്. ഈ ഏരിയയുടെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ അവര് റഫ് ഫിഗർ നമ്മൾ അവിടെ വരയ്ക്കേണ്ടതാണ്. അത് വെറുതെ റഫായിട്ട് വരയ്ക്കുമല്ല, ഫിഗറിന് മാർക്ക് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫിഗർ വരച്ചിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ കേട്ടോ. ബാക്കി കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the area of the region in the first quadrant enclosed by x-axis and the line y is equal to x and the circle x square plus y square is equal to 32. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇസ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ 0 0 ആൻഡ് റേഡിയസ് എ. സോ ഇവിടെ ഏതാണ് സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32. 32ന്റെ റൂട്ട് 32ന്റെ സ്ക്വയർ ആണ്. 32ന് നമുക്ക് 16 into 2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് എങ്ങനെ കൊടുക്കാം, നമുക്ക് 4√2 സ്ക്വയർ എന്ന് കൊടുത്താലും മതിയല്ലോ. അപ്പൊ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയി ഏതാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പൊ അത് എങ്ങനെയുള്ള സർക്കിൾ ആണ്, സെന്റർ അറ്റ് ഒറിജിൻ ആണ്. റേഡിയസ് എത്ര വരും, നമുക്ക് 4√2 എന്ന് വരും അല്ലെ. അപ്പൊ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 4√2. സെന്റർ അറ്റ് ഒറിജിൻ, റേഡിയസ് 4√2. അപ്പൊ ഈ പോയിന്റ് എന്തായിട്ട് കൊടുക്കാം, 4√2 എന്ന് ആൻസർ കൊടുക്കാം. ഇവിടെ സർക്കിളിന്റെ ഏരിയ അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ y is equal to x ആൻഡ് ദ സർക്കിൾ. ഈ സർക്കിളിനകത്ത് y is equal to x എന്ന് പറയുന്ന ഒരു ലൈനും കൂടെ വരയ്ക്കണം. ഏതാണ് ഈ y is equal to x എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത്, അത് നമ്മുടെ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് y is equal to x എന്ന് പറയുന്നത് ഇങ്ങനെ വരും. y is equal to x എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇൻ ബിറ്റ്വീൻ വന്നിരിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ ആണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഫിഗർ ഉണ്ടെങ്കിൽ കേട്ടോ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല്, അപ്പൊ നമ്മളോട് ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു, ആ ഏരിയ നമ്മൾ ഇങ്ങനെ 2 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ പോർഷൻ എവിടെയാണ്, ഏരിയ അണ്ടർ ദിസ് ലൈനും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയ അണ്ടർ ദ കർവുമായിട്ട് 2 ഏരിയ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം.
അപ്പൊ ഇത് ഏരിയ അണ്ടർ ദ ലൈൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പോയിന്റ് 0, 0 ആണ്. ഈ കോർഡിനേറ്റും കൂടി അറിയാമെങ്കിലാണ് ഏരിയ അണ്ടർ ദ ലൈൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യണേ? ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈനും ഈ കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അത്, അല്ലെ? ഏതൊക്കെയാണ്? അതായത് x² + y² = 32 എന്ന് പറയുന്ന സർക്കിളും y = x എന്ന് പറയുന്ന ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്തു. അപ്പൊ ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് കണ്ടുപിടിക്കാൻ ഇവര് രണ്ടുപേരും കൂടെ ഒന്ന് സോൾവ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇവിടെ ഈ y-ക്ക് പകരം x കൊടുത്താൽ x² + x², അതായത് 2x² = 32, or x² is equal to 16, or x is equal to എത്രയാന്ന് കൊടുക്കാം? +or-4 കൊടുക്കാം. x is equal to y ആണ്. അപ്പോൾ x +or-4 ആണെങ്കിൽ y-യും എത്ര വരും? +or-4. അതായത് x 4 ആണെങ്കിൽ y 4, x -4 ആണെങ്കിൽ y -4. അപ്പൊ ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ 4, 4 എന്ന് മാർക്ക് ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഏരിയ അണ്ടർ ദ ലൈൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ എക്സിന്റെ ലിമിറ്റ് 0യും ഇവിടെ എക്സിന്റെ ലിമിറ്റ് 4ഉം. അപ്പൊ ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to 4. ആ ലൈൻ എന്താണ്? x dx. അത് ഇവാലുവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക് കിട്ടും. അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏരിയ അണ്ടർ ദ കർവ് കൂടെ എടുക്കണം, എന്നിട്ട് അത് രണ്ടുകൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ടോട്ടൽ ഏരിയ ആവുന്നത്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഈ പോർഷനാണ്. അപ്പൊ ഈ പോർഷന്റെ റൂട്ട് എവിടെ തൊട്ടാ ഇതിന്റെ റേഞ്ച് കിടക്കുന്നത് നോക്കൂ. ഇവിടെ x 4ഉം ഇവിടെ 4√2. അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെ കിടക്കുന്നത്? നമ്മള് 4 തൊട്ട് 4√2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അവിടെ ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? ഏരിയ അണ്ടർ ദ കർവ് എന്ന് വെച്ചാൽ സർക്കിളിന്റെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും വരുന്നത്? അവിടെ ആദ്യം ഏരിയ അണ്ടർ ദ ലൈൻ, അത് 0 to 4 ലൈനിന്റെ ഇക്വേഷൻ x dx. അടുത്ത എന്താ വന്നിരിക്കുന്നത്? ഇന്റഗ്രല് 4 തൊട്ട് എവിടെ വരെ പോവും? 4√2 വരെ വരും. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? അവിടെ കർവിനെയാണ്. കർവ് എന്ന് പറയുന്നത് നമ്മളുടെ സർക്കിൾ ആണ്. x² + y² = 4√2². So y² = 4√2² minus x², അല്ലെങ്കിൽ y is equal to 4√2² minus x²ന്റെ റൂട്ട് എന്ന് കിട്ടും. നേരത്തെ സർക്കിൾ ചെയ്ത അതേ സാധനം തന്നെ. ആ a എന്ന് പറയുന്ന നമ്പർ മാറിയതേ ഉള്ളൂ. So this one is a root of 4√2 the whole square minus x². What's the integral of x? It is x² / 2, limit 0 to 4. ഇത് ഏത് ഇക്വേഷൻ ആണ്? നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണല്ലോ. √(a² - x² is equal to എത്ര ഇക്വേഷൻ വരിക? x/2 √(a² - x² plus a²/2 sin inverse x/a. ഇവിടെ ഏത് വാല്യൂ കൊടുക്കണം? നമ്മൾ 4 തൊട്ട് 4√2 വരെയുള്ള വാല്യൂ വാല്യൂറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഏരിയ അണ്ടർ ദ ലൈൻ. അപ്പൊ ചില കേസിൽ നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ചില കേസിൽ ഇത് മൈനസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഏരിയ വരുന്ന അതിന്റെ ഒരു ഷേപ്പ് നോക്കണം. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ടല്ലോ. ആ ട്രയാങ്കുലർ പോർഷൻ മാത്രമാണ് എവിടെ വരുന്നുള്ളൂ? ഏരിയ അണ്ടർ ദ ലൈൻ വരിക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കുന്ന ഈ ഒരു ചെറിയ പോർഷൻ ഈ കർവിനെ വെച്ചിട്ടാണ് ഏരിയ എടുക്കുന്നത്. അപ്പൊ ഈ 0 തൊട്ട് 4 വരെ ലൈനിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു കർവും ഒരു ലൈനും കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ മറ്റു ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഒരു സർക്കിള് x² + y² = 4 എന്ന് പറയുന്ന സർക്കിളും y is equal to √3x എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും കൂടെ വരുന്ന ഒരു ലൈനും കൂടെ വരുന്നു. അപ്പൊ ഇവിടെ ഈ സർക്കിളും ലൈനും കൂടെ വരുന്ന കേസിൽ മെജോറിറ്റി കേസിലും ആ ലൈൻ ചോദിക്കുന്നത് ഈ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും. ഈ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ y ഇന്റർസെപ്റ്റ് 0 y is equal to mx ഫോമിൽ വരും. അപ്പൊ അതൊരു പക്ഷേ y is equal to x ആവാം, y is equal to 2x ആവാം, y is equal to √3x ആവാം. ആ രീതിയിലുള്ള ഏത് ലൈൻ ആണെങ്കിലും ഇതുപോലെ റഫായിട്ട് നമ്മൾ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഇത് കൊടുത്താൽ മതി. ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂവേറ്റ് ചെയ്തെടുക്കാം. 1/2 കോൺസ്റ്റന്റ് ആണ്. ഈ 4ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 1/2 കോൺസ്റ്റന്റ് 4ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒരു 16. അപ്പൊ ഇത് എത്ര കിട്ടി? ഇവിടെ ഒരു 8 കിട്ടി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കൊടുക്കുക? ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു.
ഈ 4√2 ഇവിടെ എക്സ് സ്ക്വയറിന് പകരം കൊടുക്കുമ്പോൾ ഇത് 4√2 ദ ഹോൾ സ്ക്വയർ മൈനസ് ആ സെയിം വരും. അപ്പൊ ഇത് 0 ആയി. 4√2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം. 4√2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 32 ആണ്. 32/2 a square by 2 sin inverse x by a. അപ്പൊ ഇത് 32 ആണ് by 2. അപ്പൊ എത്ര കിട്ടിയത് 16 എന്ന് വന്നു. അടുത്തത് sin inverse 1. sin inverse 1 എന്ന് പറയുന്നത് π/2 ഇത്രയും വരും ആദ്യത്തേത്. മൈനസ് ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലോ ഇവിടെ എത്രയാ വരുന്നത് x/2. അതായത് എക്സിന് 4 കൊടുത്താൽ 4/2 2 ഇൻറ്റു റൂട്ട് ഓഫ് ഇത് 32 മൈനസ് 4 സ്ക്വയർ 16. അപ്പൊ 32 മൈനസ് 16 എന്ന് പറയുമ്പോൾ അത് എത്ര കിട്ടി നമുക്ക് 16. അപ്പൊ അതിന്റെ റൂട്ട് എടുത്തു പ്ലസ് 4a സ്ക്വയർ ഇത് എത്ര വരിക 16 വരും അല്ലെ. a സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഇത് എത്രയായിരുന്നു 4/4√2 അതായത് 1/√2 ഇങ്ങനെ വന്നു. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു, അതിനുശേഷം ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് സ്വന്തം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാനുള്ളതേ ഉള്ളൂ. 16/2 ഇവിടെ ഒരു 8 വരും. ഇവിടെ വരുന്ന ഒരു 8ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ 8ഉം ഇവിടെ ഒരു -8 ഉണ്ട്, അത് കട്ട് ചെയ്തു പോയി. ഇവിടെ ഒരു 16 × π അപ്പൊ ഇതൊരു 8π വരും. ഇവിടെ 16 × സൈൻ ഇൻവേഴ്സ് 1/√2 സൈൻ നമുക്ക് 1/√2 കിട്ടുന്ന വാല്യൂ ഏതാണെന്ന് അറിയാം. അത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ഫൈനൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത്യാവശ്യം ഇതുപോലെ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്തു പോകും. Find the area of the region bounded by the curve y square equal to x. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ് y square equal to x എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന പരാബോളയാണ് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലേക്ക്. ലൈൻ തന്നിട്ടുണ്ട് x is equal to 1 and x is equal to 4 and x axis in the first quadrant അല്ലെ. അപ്പോൾ y square equal to x അല്ലെങ്കിൽ നമുക്ക് പറയാം y is equal to എത്രയാണ് √x അല്ലെങ്കിൽ x raised to 1/2. അതാണ് പരാബോളയുടെ ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാ ഏരിയ കണ്ടുപിടിക്കുക? ഇവിടെ ഓൾറെഡി നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ എത്രയാ 1 to 4 ആണ്. x raised to 1/2 dx എന്ന് തന്നിട്ടുണ്ട്. So what's the integral of x raised to n? x raised to n plus 1 by n plus 1. So what's the integral of x raised to 1/2? x raised to 1/2 plus 1. 1/2 plus 1 എത്രയാ വരിക 3/2. ലിമിറ്റ് 1 to 4. ഈ 3/2 അങ്ങ് ന്യൂമറേറ്ററിലോട്ട് തിരിച്ചു കൊടുത്താൽ ഇത് 2/3. വാല്യൂ കൊടുക്കുമ്പോൾ 4 raised to 3/2 minus 1 raised to 3/2. So it is 2/3 into what is 4 raised to 3/2? 8 vരും അല്ലെ. 4 raised to 3/2 is 4 raised to 1/2 the whole cube. 4 raised to 1/2 root of 4 is 2 cube. That's equal to എത്രയാണെന്ന് കിട്ടും 8. So this one is 8 minus 1. 2/3 into 7. So the final answer is 14/3 എന്ന ആൻസർ കിട്ടും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സൈസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓൾറെഡി നമുക്ക് ഡയഗ്രാം വരച്ചു നോക്കാം, അല്ലാതെ എഴുതാൻ പറ്റും. കാരണം ലിമിറ്റ് വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. ലിമിറ്റ് പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നില്ല, ഇവാലുവേറ്റ് ചെയ്യാനൊന്നും അവിടെ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാ അല്ലെ. ഏതാ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y, y is equal to 2, y is equal to 4 and y axis. അവിടെ y യുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ y യുടെ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സിന്റെ ടൈമിൽ ആക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. അപ്പോൾ x is equal to root of 4y അല്ലെങ്കിൽ 2 root y എന്ന് കിട്ടും. x is equal to 2 root y അല്ലെ. അപ്പോൾ നമ്മുടെ ഏരിയ ഈക്വൽ ടു എത്രയാ വന്നിരിക്കുന്നത് നോക്കാം. ഇന്റഗ്രൽ 2 to 4 2 into y raised to 1/2 dy. ഇവിടെ y യുടെ ലിമിറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ നമ്മുടെ x is equal to ആരുടെ ടൈമിലാക്കുക, x is equal to a function of y യുടെ ടൈമിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനിലാണെങ്കിലും തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏരിയ ഓൺലി ഫ്രം ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ട്വൈസ് ഇടാത്തത്.
അതല്ലെങ്കിൽ നേരത്തെ ഒക്കെ ചെയ്ത ക്വസ്റ്റിനകത്ത് നമുക്ക് ആ പരാബോളയുടെ 2 പോർഷൻ വരുന്നുണ്ട്, ഇതിനകത്തും അതുപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തുമാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രം ചോദിച്ചിരിക്കുന്നതാണ് ×2 നമ്മളിവിടെ കൊടുക്കാത്തത്. ഇത് നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള 2 ആണ് കേട്ടോ. അപ്പൊ 2 ഔട്ട് സൈഡിലോട്ട് എടുത്തു. y⁻²² ഇന്റഗ്രൽ y⁻²3/2 ലിമിറ്റ് 2 to 4. ഈ 3/2 ന്യൂമറേറ്റർ വരുമ്പോൾ ഇത് 4/3 ആവും. ഈ 2 ഇവിടെ വന്നു, ലിമിറ്റ് കൊടുക്കാമല്ലോ. 4⁻³ മൈനസ് 2⁻³ ദാറ്റ്സ് ഈക്വൽ ടു 4/3. 4⁻³ നമ്മൾ ഓൾറെഡി എഴുതി കാണിച്ചാണ് 8. ഈ 2⁻³ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടി വരും നമ്മൾ ഇതിനെ? ഇത് 2⁻² ദ ഹോൾ ക്യൂബ്. 2⁻² എന്ന് പറഞ്ഞാൽ √2. √2 ക്യൂബ്. √2ന്റെ ക്യൂബ് എത്രയാ? √2 സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വന്നു? നമുക്ക് അവിടെ 2 വന്നു. അപ്പൊ അതിനെ എങ്ങനെ കൊടുത്താൽ മതി? അവിടെ ഒരു 2√2 എന്ന് തന്നെ കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക്. അപ്പൊ ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ആ ഏരിയ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു √3 ബൈ ആൻഡ് ദ സർക്കിൾ x² + y² = 4. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആട്ടോ. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് ചെയ്ത് കാണിച്ചല്ലേ, x² + y² = 32. ഇവിടെ x² + y² = 4 ആണ്. അപ്പൊ എത്രയായി? എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ എടുക്കാം. x² + y² = 4. അപ്പൊ ഇത് 0 0. ഇത് ഏത് പോയിന്റ് വരും? അവിടുത്തെ റേഡിയസ് 2 ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ x = a ഫംഗ്ഷൻ ഓഫ് y. അവിടെയും എന്തില്ല? നമ്മുടെ y ഇന്റർസെപ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ആ ലൈനും ഇതുവഴി പാസ് ചെയ്യുന്ന ലൈനാണ്. ദാ ഇങ്ങനെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഏതാ? x = √3y. അപ്പോ ഇതാണ് നമ്മുടെ ഈ ഏരിയ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ആ ഏരിയനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു. ഇത്രയും പോർഷൻ വരുന്നത് ഏരിയ അണ്ടർ ദ ലൈനും ഈ പോർഷൻ ഏരിയ അണ്ടർ ദ കർവും. അവിടെ നമ്പർ മാറിയത് മാത്രമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വേണം. എങ്കിൽ മാത്രമാണ് ഇത് 0 to ഏത് വാല്യൂവിലാണ് ഈ ലൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് ഏരിയ അണ്ടർ ദ ലൈൻ, അതേ ലിമിറ്റ് തൊട്ട് 2 വരെ എടുത്തിട്ട് ഇവിടെ ഏരിയ അണ്ടർ ദ സർക്കിൾ, എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്ത് കൊടുക്കാം? നമുക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ ഏരിയ വരുന്നത്. അപ്പൊ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാ? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. x² + y² = 4ഉം അവിടെ y = x/√3. x = √3y ആണ്. അപ്പൊ y = എത്രയാ? x/√3. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. x² + y² പകരം എത്ര കൊടുക്കും നമ്മള്? x²/3 + = 4. ഇത് 3x² + x². So it is 4x²/3 that's equal to 4. 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ x² = 3 or x ± √3 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് മാത്രം മതി. ചില കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ 1 മാർക്ക് ചോദിക്കാറുണ്ട്. ഏരിയ ചോദിക്കുന്നതിന് മുമ്പ് വാട്ട്സ് എ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് ലൈൻ ആൻഡ് കർവ്. അങ്ങനെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ചോദിച്ചാൽ മാത്രം അതെടുത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ x = √3 ആകുമ്പോൾ y = എത്ര വരും? √3/√3 1. അപ്പോൾ ഈ കോർഡിനേറ്റ് ശരിക്കും വരുന്നത് √3 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയാം? ഏരിയ = ആദ്യത്തെ ഏരിയ എവിടെ തൊട്ട് എവിടെ വരെ എടുക്കണം? ഏരിയ അണ്ടർ ദ ലൈൻ. ലൈനിന് എവിടെ തൊട്ടാ വന്നത്? 0 തൊട്ട് √3 വരെ. 0 തൊട്ട് √3 വരെയാണ് ഏരിയ അണ്ടർ ദ ലൈൻ. ലൈനിന്റെ ഇക്വേഷൻ എത്രയാ? x = √3y or y = x/√3 പ്ലസ് അടുത്ത ഏരിയ എവിടെ തൊട്ടാ വരുന്നതെന്ന് പറഞ്ഞേ? √3 തൊട്ട് 2 വരെ വരും. ഇന്റഗ്രൽ √3 തൊട്ട് 2 വരെ ഈ കർവിന്റെ ഏരിയ ആണ് എടുക്കേണ്ടത്. കർവ് എന്ന് പറഞ്ഞാൽ x² + y² = 4 or y = √4. അതായത് 2² - x² dx. ഇത്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മുടെ സാധാരണ ഇന്റഗ്രേഷൻ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1/√3 കോൺസ്റ്റന്റ് ഔട്ട് സൈഡിൽ എടുത്തു. എക്സിന്റെ ഇന്റഗ്രൽ എത്രയാണ്? x²/2 പ്ലസ് ഇത് ഏതാ ഇക്വേഷൻ? പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇക്വേഷൻ ആണ്.
റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇക്വേഷൻ എക്സ് ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പൊ നമുക്ക് ഒരു കർവ് മാത്രം തന്നിരുന്നാൽ എങ്ങനെയാണ് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇനി കർവിന്റെ കൂടെ ഒരു ലൈനും കൂടി തന്നാൽ എങ്ങനെയാണ് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഒരേ ഒരു ആപ്ലിക്കേഷൻ, ഇന്റഗ്രേഷൻ ടോപ്പിക്കിനകത്ത് നമുക്ക് വരുന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, ഏരിയ അണ്ടർ ദ കർവാണ്. ഇതിലെ കുറച്ചുകൂടെ കൂടുതൽ ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ എക്സസൈസ് നിങ്ങൾ നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.